അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒന്നെന്ന് പറയുന്നത് നല്ലൊരു പ്രൊഡക്റ്റ് കണ്ടെത്താം. അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൻ്റെ ആർട്സ് ലൈബ്രറി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്നു വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് ആടാണ് റൺ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതാണ്, അത് ഒരു ഓൺലൈൻ സ്റ്റോർ. അപ്പം അതിന് നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഷോപ്പിഫൈ ആണ്. അതായത് നമുക്ക് 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 മാസം, ഒരു മാസത്തിന് 20 രൂപ വെച്ച് വരുന്നത്, ആദ്യത്തെ 3 മാസം നമുക്ക് അങ്ങനെ റൺ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റോർ എത്രമാത്രം സക്സസ് ആണ്, അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് സെയിൽസ് കിട്ടും, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ച പ്രൊഡക്റ്റ് നല്ലതാണോ, അങ്ങനെ എല്ലാം കുറേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു മെത്തേഡാണ്, അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബൂസ്റ്റ് പോസ്റ്റ് ഒന്നും കൊടുക്കാണ്ട് നമ്മുടെ ഫേസ്ബുക്കിലെ മെറ്റാ ആർട്സ് ലൈബ്രറി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ച് നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്നത് സ്റ്റോർ ക്രിയേഷൻ, നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടെത്തണം, രണ്ടാമത്തെ സ്റ്റോർ ക്രിയേഷൻ ഉണ്ട്, മൂന്നാമത്തെ മാർക്കറ്റ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഈ ഒരു 3 കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി വരുന്ന വീഡിയോസ് എല്ലാം ഇതായിരിക്കും.